ഹലോ ഗായ്സ്, ഡേ 76 ആണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ക്യാമറ തൂക്കിപ്പിടിച്ച് എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരാൾ എൻ്റെ അടുത്തൊരു സജഷൻ പറഞ്ഞു, എല്ലാ ദിവസവും അക്കാഡമിയിൽ നിന്നല്ലേ വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെ വീഡിയോ കാണാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന മോശമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഫോണായിട്ട് വെളിയിലോട്ടൊക്കെ പോയി അവിടെയൊക്കെ നിന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന്. ഞാൻ ആദ്യമേ കംപ്ലീറ്റ് ചെയ്തത് 2 കിലോമീറ്റർ ഓട്ടം ആയിരുന്നു. 2 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ പോയത് സ്കിപ്പി റോപ്പിലേക്കാണ്. ഇന്നും 300 കൗണ്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് റോഡിൽ നിന്നാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. റോഡിൽ നിന്ന് സ്കിപ്പി റോപ്പൊക്കെ ചെയ്തിട്ട് നേരെ പോയത് നക്കിൾ പുഷപ്പിലേക്കായിരുന്നു. കുറച്ച് നേരം നക്കിൾ പുഷപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് അടുത്തത് ഷട്ടിൽ റൺ ആയിരുന്നു. ഷട്ടിൽ റൺ 10 റൗണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് 1 മിനിറ്റ് ടൈമർ വെച്ചു. 1 മിനിറ്റ് കൊണ്ട് 10 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് വീണ്ടും സ്കിപ്പി റോപ്പിൻ്റെ കൂടായിരുന്നു. സ്കിപ്പി റോപ്പ് ഞാൻ ഒരുപാട് വട്ടം ചെയ്തു നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫുട്ട് വർക്ക് ഇമ്പ്രൂവ് ആവാൻ സ്കിപ്പി റോപ്പ് ഒരുപാട് സഹായിക്കും. അതിനുശേഷം നേരെ പോയത് സിംഗിൾ ലെഗ് ജമ്പിലേക്കാണ്. സിംഗിൾ ലെഗ് ജമ്പ് റൈറ്റ് ലെഗിന് 20 കൗണ്ട്, ലെഫ്റ്റ് ലെഗിന് 20 കൗണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ 20 കൗണ്ട് ഡബിൾ ലെഗ് ജമ്പിലേക്ക് പോയി. അടുത്തത് ഷാഡോ ബോക്സിങ്ങിൻ്റെ കൂടായിരുന്നു. ഷാഡോ ബോക്സിങ് കുറച്ച് നേരം ചെയ്തു നോക്കി. ഫ്രോഗ് ജമ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് കുറച്ച് നേരം ഫ്രോഗ് ജമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായിട്ട് നേരെ പോയതൊരു ജമ്പിലേക്കാണ്. എൻ്റെ ഹിപ്പിൻ്റെ അത്ര ഹൈറ്റുള്ള ഒരു തിട്ടയുടെ മുകളിലേക്ക് ജമ്പ് ചെയ്ത് കയറാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ജമ്പ് ചെയ്ത് കയറിയപ്പോൾ ഇനി വിചാരിച്ചു അതിൻ്റെ മുകളിൽ നിന്നൊരു 50 കൗണ്ട് സ്ക്വാട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു 50 കൗണ്ട് സ്ക്വാട്ട് ചെയ്തു. സ്ക്വാട്ട് ചെയ്തിട്ട് നേരെ പോയത് അടുത്ത സെറ്റ് ജമ്പിലേക്കാണ്. വീണ്ടും ഒരു 10 കൗണ്ട് ജമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തുള്ള വീട്ടിലേക്ക് ചാടി അവിടെ നിന്നിട്ട് നേരെ ചെയ്തത് ടോട്ടച്ചാണ്. ജമ്പിങ് ടോട്ടച്ച് ചെയ്തു. 30 കൗണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് പോയത് നേരികാലിലേക്കാണ്. നേരികാല് 20 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വിചാരിച്ച് വീട്ടിലും കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാമെന്ന്. അങ്ങനെ വീട്ടിൽ ആദ്യം ചെയ്ത ചിന്നപ്പായിരുന്നു. അടുത്തത് പിസ്റ്റൽ സ്ക്വാട്ടിൻ്റെ കൂടെയായിരുന്നു. റൈറ്റ് ലെഗിന് 10 കൗണ്ട്, ലെഫ്റ്റ് ലെഗിന് 10 കൗണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ലാസ്റ്റ് സെക്ഷനായ കിക്കിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. കിക്കിൻ്റെ സെക്ഷനിൽ മെയിനായിട്ട് ചെയ്തത് ഫ്രണ്ട് കിക്കായിരുന്നു. 50 കൗണ്ട് ചെയ്ത് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്തു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.